ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എപ്പോൾ ശാസ്ത്രബോധത്തിൽ കുറവ് വരുന്നോ അപ്പോൾ അനാചാരങ്ങളും ദുരാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒക്കെ വ്യാപിക്കും. എപ്പോൾ ആചാരത്തിൽ കുറവ് വരുന്നോ ശാസ്ത്രം കൊണ്ട് പ്രയോജനം ഇല്ലാതാവും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവയുടെ സമന്വയം എപ്പോഴും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇതിനെന്താ ഇപ്പോൾ വഴി? നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്പമെങ്കിലും ശാസ്ത്രസ്വാധ്യായം ഉണ്ടാവുക. അത് തന്നെ വഴിയുള്ളൂ. വേറൊരു വഴി, എളുപ്പ വഴിയൊന്നുമില്ല, ഒരു കുറുക്ക് വഴിയില്ല. 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 24 മിനിറ്റെങ്കിലും നമുക്ക് ധർമ്മശാസ്ത്ര പഠനത്തിന് നീക്കി വയ്ക്കാൻ കഴിയണം. അത് കഴിഞ്ഞേ മതിയാവും. അതിനനുസൃതമായ ആചരണങ്ങളെ അനുഷ്ഠിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ഒത്തുചേരണം. അപ്പോൾ ശാസ്ത്രം ആചാരം എന്നുള്ളത് ഇതാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സത്യം ധർമ്മം സ്വാധ്യായം എന്നുള്ളത്. ഇതിലൂടെയൊക്കെയാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത്. ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചിന്തനത്തിലേക്ക് ഇപ്പോൾ കടക്കണില്ല. തുടക്കത്തിൽ തന്നെ കട്ടി കൂടിപ്പോയി എന്നൊന്നും ആർക്കും ആക്ഷേപം വേണ്ട. കാരണം ശാസ്ത്ര പരിചയം അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പം ഭാരതീയ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഏതൊക്കെ അതിൽ മനസ്സിലാക്കണം, എന്തൊക്കെ ഉള്ളടങ്ങിയതാണത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ക്രമേണ നമുക്ക് ചിന്തിക്കാം. ക്രമേണ ഇവിടെ നേരത്തെ ഈ ധർമ്മത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്ന സമയത്ത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു നിർവചനം എടുത്തു, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ച് ചിലതൊക്കെ പറഞ്ഞു. എങ്കിലും വളരെ പ്രാഥമിക തലത്തിൽ, വിശദമായിട്ടല്ല, ആഴത്തിൽ ധർമ്മത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഇത്ര സമൃദ്ധവും സമ്പന്നവും വേറെ എവിടെയുള്ളത്? ഇത്രയ്ക്ക് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ നിരൂപണത്തിലൂടെ ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ബോധം നമുക്ക് നേടാം. എങ്കിലും ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു ഹൈസ്കൂൾ തലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചെറിയൊരു ഉപദേശഭാഗം നമുക്കിവിടെ ആലോചിക്കാം. ചെറിയൊരു ഉപദേശഭാഗം. അതിൻ്റെ തുടർച്ചയായിട്ട് എന്ത് വേണമെങ്കിൽ പഠിക്കാം. അതിന് തുടർച്ചയായിട്ട് ഏത് ധർമ്മശാസ്ത്രത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് പ്രവേശിക്കാം. പക്ഷെ ഏറ്റവും പ്രാഥമികമായ ഒരു ധർമ്മോപദേശം നമുക്ക് എളിയ നിലയ്ക്ക് ഇവിടെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. ഇത് ഉപനിഷത്തിലെ ഒരു ഭാഗമാണ്. ഉപനിഷത്തിലെ ഭാഗം എന്ന് പറയുമ്പോൾ കൃഷ്ണ യജുർവേദീയമായ തൈത്തിരീയ ശാഖയിലെ ഉപനിഷത്താണ് തൈത്തിരീയോപനിഷത്ത്. ഈ തൈത്തിരീയോപനിഷത്തിൽ 3 വല്ലികളുണ്ട്. അതിലൊന്നാമത്തെ വല്ലി ശിക്ഷാവല്ലിയാണ്. ഈ ശിക്ഷാവല്ലിയിൽ 11ാമത്തെ അനുവാക്കം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം, അത് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം. വിസ്തരിക്കൊന്നും വേണ്ട, സാമാന്യമായിട്ട്. അതെന്താ സ്വാമി 10 പഠിക്കാതെ 11 പഠിക്കണത്? ഇത് ഉപനിഷത്തല്ല നമ്മൾ പഠിക്കണത്, മറിച്ച് ധർമ്മം എന്നുള്ളതിനെ ഒന്ന് മനസ്സിലാക്കാനാണ്. ധർമ്മം എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക പദ്ധതി മനസ്സിലാക്കാനാണ്. അതിനുപകരിക്കുന്ന ചെറിയൊരു ഉപദേശം. ഇത് വരുന്നത്
എവിടെയാന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു തൈത്തിരീയോപനിഷത്തിലെ 1-ാമത്തെ വല്ലിയിലെ 11-ാമത്തെ അനുവാക്കമാണ്. ഏതാ സന്ദർഭം എന്നാണെങ്കിൽ, സന്ദർഭം ഗുരുകുലത്തിൽ പോയി താമസിച്ച് പഠിച്ചു വിദ്യാർത്ഥി. ഇപ്പം ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും ഗുരുകുലങ്ങളിൽ. പഠനം പൂർത്തിയാവുമോ? പഠനം പൂർത്തിയാവില്ല. ആരെങ്കിലും പഠിച്ച് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അത് വിഷമമാണ്. പഠനം തുടരുന്ന പ്രക്രിയയാണ്. എങ്കിലും ലോക നിലവാരത്തിൽ നോക്കിയാൽ നമ്മൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് പൂർത്തിയാക്കുക അങ്ങനെ ഉണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഇല്ലേ? പിന്നെ 11 പോകണം. ഇനി 12 കഴിഞ്ഞോ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇനിയും ഇരിക്കണം എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇനിയും കോളേജിൽ ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അപ്പം ആ നിലയ്ക്ക് ഒരു ഗുരുകുലത്തിൽ താമസിച്ച് പഠനം പൂർത്തിയാക്കി. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് 2 മാർഗങ്ങൾ. ഒന്ന്, പരിപൂർണമായ വിവേകവൈരാഗ്യങ്ങൾ ഉറച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മാർഗം സന്യാസമാർഗമാണെന്നുള്ള ഉറച്ച അവബോധമുണ്ടെങ്കിൽ അയാൾക്ക് സന്യസിക്കാം. അതാണ് ഒരു വഴി. പക്ഷെ അങ്ങനെയുള്ളവർ അനേക കോടി ജനങ്ങളിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. ഒന്ന് കുറച്ചുകൂടെ സ്വാമി എന്ന് ചോദിച്ചാൽ അനേക ദശലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. എനിക്ക് കുറയ്ക്കാൻ വയ്യ, അത്രേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ ബഹുഭൂരിപക്ഷത്തോടും പറയേണ്ടുന്ന ജീവിത മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, പഠനമൊക്കെ കഴിഞ്ഞില്ലേ, പോയിട്ട് വല്ല പണിയെടുക്ക്, പോയിട്ട് വിവാഹം കഴിക്കി, സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കി എന്നാണ് 99.999 പേരോടും പറയേണ്ടത്. അല്ലാണ്ട് സന്യസിക്കുമെന്നല്ല. വ്യക്തമുള്ള പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെയാ. മറ്റൊന്ന് ഉച്ചകോടിപ്പെട്ട വിവേകവൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ നേരിട്ട് സന്യസിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. അത് ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറൊരു വിഷയമാണ്. സംസാരമേവ നിസ്സാരം ദൃഷ്ട്വാ സാരതിദൃക്ഷയാ പ്രവ്രജന്തി അകൃതോദ്വാഹ പരം വൈരാഗ്യമാശ്രിതാഹ എന്ന് ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംസാരത്തെ നിസ്സാരമാക്കി മനസ്സിലായി. എന്താ ഈ സംസാരം? നിസ്സാരം, ഒരു ധാരവും ഇല്ലാതെ മനസ്സിലായി. പേര് സുഖമുള്ളതാട്ടോ. അത് ഈ സംസാരം എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത് സൃഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ്. സൃഗതൗ. ഇപ്പം ഗതിയോട് കൂടിയത് എന്നുള്ള അർത്ഥമാണ് സംസാരം. ഗതി പറഞ്ഞാൽ എന്താ? ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക. ഈ ഗതിയുടെ ആവർത്തനമാണ് സംസാരം. അതാണ് സൃഗതൗ എന്നുള്ള ധാതുവിൽ നിന്നുണ്ടാവുന്ന ശബ്ദം. എന്നാലും ആ ശബ്ദം ഉണ്ടല്ലോ, ശബ്ദം എന്താ? സംസാരം എന്നാ. നല്ല സാരമുള്ളതാണോ എന്ന് നമുക്ക് തോന്നുക. നല്ല സാരമുള്ളത്. അങ്ങനെയാണ് എല്ലാവരും പഠിപ്പിച്ചു തരുന്നതും, ഇല്ലേ? അതെ, അമ്മ പഠിപ്പിച്ചു, അച്ഛൻ പഠിപ്പിച്ചു, ഒക്കെ പഠിപ്പിച്ചത് അങ്ങനെയാ. കറങ്ങിയ ആൾ തന്നെയാണ് കറക്കേണ്ടതും, അതും അറിയാമല്ലോ, ഇല്ലേ? കറങ്ങിയ ആൾ തന്നെയാണ് കറക്കേണ്ടത്. പറഞ്ഞത് അർത്ഥം മനസ്സിലായില്ലോ? മനസ്സിലായിട്ടില്ല? നിലവിളക്ക്, നിറപറ, അഷ്ടമംഗല ദ്രവ്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള വിവാഹവേദിയിൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പരിക്രമം ചെയ്യുന്ന രീതിയിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൈ പിടിച്ച് കറക്കേണ്ടതാരാ? കറങ്ങിയാളാ. അവിടെ സന്യാസിക്ക് സ്ഥാനമില്ല. സ്വാമി എൻ്റെ മോളുടെ കല്യാണത്തിനൊന്ന് വരണം കേട്ടോ, ദയവ് ചെയ്ത് വിളിക്കരുത്, വരുന്നില്ല. എന്നെ നല്ല ഒരു സന്യാസിനെയും വിളിക്കണ്ട. അത് സന്യാസിമാർക്കുള്ള സ്ഥലമല്ല. അപ്പോൾ കല്യാണം നല്ലതല്ലേ? കല്യാണം നല്ലതാണ്. നല്ലയിടത്തെല്ലാം ഞാൻ വരണ്ടല്ലോ.
ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാവരും വേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്യാസ ദീക്ഷ കൊടുക്കുന്നിടത്ത് ഗൃഹസ്ഥന് പ്രവേശമുണ്ടോ? ഇല്ല. ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. ബ്രഹ്മചാരിനെ അടുപ്പിക്കുമോ? ഇല്ല. അവിടെ സന്യാസിക്ക് മാത്രമേ അവിടെ പ്രവേശമുള്ളൂ, വേറെ ആർക്കും പ്രവേശമില്ല. ഇതൊക്കെ ശാസ്ത്രമാണ്. കാലം മാറി, കോലം മാറി. ഇന്ന് സന്യാസ ദീക്ഷ അടക്കം ഓൺലൈനിൽ വീഡിയോ കിട്ടും. കാലം മാറി, എന്താ ചെയ്യുക? ശാസ്ത്രീയമായി പറഞ്ഞാൽ അവിടെ സന്യാസിക്കല്ലാതെ വേറെ ആർക്കും പ്രവേശമില്ല എന്നാ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഇതുണ്ട്. അതിരിക്കട്ടെ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വലിയ കേമാന്നാ പറഞ്ഞു തന്നത്. സംസാരം എന്നാ, നല്ല സാരമുള്ളത്. പരിശോധിച്ച് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? നിസ്സാരം, ഒരു സാരവും ഇല്ലാത്താന്ന് മനസ്സിലായി. കദളീസ്തംഭവത് അസാരഹ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പ്രയോഗിച്ചിട്ടുണ്ട്. കദളീസ്തംഭം പോലെ. എന്താ കദളീസ്തംഭം? വാഴയുടെ സ്തംഭം. അതുപോലെ നിസ്സാരമാണെന്ന്, അസാരമാണെന്ന്. ഓരോ പോള പൊളിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അടുത്തതിൽ സാരം എത്തുന്നു. അവിടെ നമുക്ക് വീണ്ടും പോള തന്നെയാണ്, വീണ്ടും പോള. അതുകൊണ്ട് മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്, എടാ നിനക്കൊരു പണിയില്ലെങ്കിൽ ഉള്ളി എറിഞ്ഞൂടെന്ന്. എന്താണ്? ഒന്നും കിട്ടില്ല, എറിഞ്ഞോണ്ടിരിക്കുക തന്നെ, തീരണില്ലല്ലോ. ഒന്ന് ഇറന്നാ അടുത്തത്, ഒന്ന് ഇറന്നാ സാരമില്ല എന്ന് മനസ്സിലായി. ഒരു സാരവും ഇല്ല. അപ്പം പിന്നെ ഒരു ചിന്തയായി, പിന്നെന്താ സാരം? ഇതിന് സാരമില്ല. ശരിയെങ്കിൽ സാരം എന്താണ്? അതിനെ എങ്ങനെ കാണാൻ പറ്റും? സാരദിദൃക്ഷയാ, സാരത്തെ കാണുവാനുള്ള ഇച്ഛ കൊണ്ട് പ്രവ്രജന്തി, സന്യസിക്കുന്നു. ആര്? അകൃതോദ്വാഹാഹ, വിവാഹം കഴിക്കാത്തവർ. അപ്പോൾ വിവാഹം കഴിച്ചവർക്ക് സന്യസിച്ചൂടെ? സന്യസിക്കാം. അത് ഇവിടുത്തെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള സന്യാസമാണ് വിഷയം. അകൃതോദ്വാഹ പരം വൈരാഗ്യമാശ്രിതാഹ, പരമമായ വൈരാഗ്യത്തെ ആശ്രയിച്ചവർക്ക് അത് സാധിക്കൂ എന്നാണ് ശ്രുതി പറയുന്നത്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തോടും സന്യാസമാർഗമല്ല പറയേണ്ടത്, പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെതായ മാർഗമാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗുരുകുലത്തിൽ താമസിച്ച് പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥി, അതിനൊരു സംസ്കാരമുണ്ട്. എന്താ സംസ്കാരം? സമാവർത്തനം. കാലം പോയി. ഇന്നിപ്പോൾ ഉപനയനവും സമാവർത്തനമൊക്കെ ഒരു ദിവസം നടക്കണ കാല. അതെ, വലിയ ഔദാര്യം കാണിച്ചാൽ ഇന്ന് ഉപനയനവും നാളെ സമാവർത്തനം എന്നൊക്കെ അപ്പം ഇന്നത്തെ രീതി. വയ്യ. ഏറ്റവും ചുരുങ്ങിയത് ഉപനയനം കഴിഞ്ഞ് ഒരു 2 വർഷമെങ്കിലും നല്ലപോലെ മന്ത്രജപം ചെയ്ത് അനന്തരം വേദാരംഭത്തിലേക്ക് പ്രവേശിച്ച് ഒരു 12 വർഷമെങ്കിലും വേദം പഠിച്ചിട്ടേ സമാവർത്തനം വഹിക്കൂ. അതിനു മുമ്പ് വയ്യ. അപ്പം അതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്നതാ സമാവർത്തനം. ആ സന്ദർഭത്തിൽ ഗുരുനാഥൻ ശിഷ്യനെ അടുത്ത് വിളിക്കും. എന്നിട്ട് ഒരു ബിരുദദാന പ്രഭാഷണമുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലോ, ബിരുദങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ബിരുദദാന പ്രഭാഷണമുണ്ട്. അത് നമ്മൾ അനുസരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ചിലപ്പോൾ അനുസരിക്കാം, ചിലപ്പോൾ അനുസരിക്കാതിരിക്കാം. എന്നാലും ബിരുദദാന പ്രഭാഷണം ഇന്നും ഉണ്ട്. കുലപതിമാരൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലേ? ഉണ്ട്. കുലപതിമാർ ചെയ്യാറുണ്ട്, ഇന്നും ചെയ്യാറുണ്ട്. ബിരുദം കൊടുക്കുമ്പോൾ ഒരു പ്രസംഗം. അതാണിത്, ഒരു ബിരുദദാന പ്രസംഗമാണിത്. ആരോട്? ഇത്രയും കാലം തൻ്റെ കൂടെ താമസിച്ച് പഠിച്ച ആളോട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാണ്ട് പുതിയൊരാളോടല്ല. അപ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകളെ ആവശ്യമുള്ളൂ. പുതുതായിട്ടൊരാളുടെ പറയുകയാണെങ്കിൽ വിശദമായിട്ട് പറയണം. എന്നാൽ തൻ്റെ കൂടെ 10-12 കൊല്ലം ഒന്നിച്ച് താമസിച്ച് പഠിച്ച ഒരു വ്യക്തിയോട്
ചില ഓർമ്മപ്പെടുത്തലുകളേ ആവശ്യമുള്ളൂ. കാരണം ഓർമ്മപ്പെടുത്തുമ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സിലാവും, അല്ലേ? ഓർമ്മ വരും, ഇന്നതാണ്. അത്തരം ഒരു ഉപദേശമാണ് ഈ പറയുന്ന 11ാമത്തെ അനുവാക്കം. നമുക്ക് ശ്രദ്ധിക്കാമല്ലോ, ഇല്ലേ? ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തെപ്പറ്റി വ്യക്തമായൊരു കാഴ്ചപ്പാട് വരും. എന്നല്ല, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണെന്നും മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഒരു ഹൈസ്കൂൾ നിലവാരത്തിലെങ്കിലും ഒരു 10ാം ക്ലാസ്സിലെങ്കിലും ഈ ഒരു ഉപദേശം ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര നന്നാവുമായിരുന്നു എന്നും തോന്നും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക, പഠിച്ചിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പറയുക. പഠിക്കാതെ വയ്യല്ലോ. നമുക്കെങ്കിൽ നേരിട്ട് ആ മന്ത്രത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. നോക്കൂ. വേദമനുച്യാചാര്യോ അന്തേ വാസിന മനുഷ്യാസ്തി. ഇതാണ് ആരംഭം. വേദമനുച്യാചാര്യോ അന്തേ വാസിന മനുഷ്യാസ്തി. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. അങ്ങനെ പോവുക ഉപദേശം. വേദമനുച്യ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. ഒന്നുകൂടി പറയാം. വേദം അനുച്യ ആചാര്യ അന്തേവാസിനം അനുശാസ്തി. വേദം, വേദത്തെ, അനൂച്യ പഠിപ്പിച്ച ശേഷം, പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു, രണ്ടാൾക്കും തൃപ്തിയായി, ഇല്ലേ? രണ്ടാൾക്കും നല്ലോണാണേ തൃപ്തിയായത്, നല്ലോണം അല്ലാതെയും തൃപ്തിയാവാം. ഇത് 10 പ്രാവശ്യം പഠിപ്പിച്ചിട്ട് ഏവൻ പഠിക്കൂല എന്ന് കണ്ടാലും മോനെ നീ പോയി കിട്ടിയാൽ സമാധാനം എന്ന് പറയും, ഇല്ലേ? അതെ. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാലേ ഈ സ്വാഗതമൊക്കെ പറയുമ്പോൾ ചിദാനന്ദപുരസ്വാമി ആൾ പ്രസിദ്ധനാണല്ലോ, വലിയ പേരുണ്ടല്ലോ. അപ്പോൾ സ്വാഗതം പറയുമ്പം കേമായിട്ട് അങ്ങനെ പറയും, സ്വാമി വേദത്തിൻ്റെ മറുകര കണ്ട ആളാണ്. അപ്പം ഞാനിരുന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും, ഇപ്പോൾ അവ എന്തറിയണോ, വേദത്തിൻ്റെ മറുകര പോയിട്ട് ഈ ഓരം പോലും ഞാൻ കണ്ടിട്ടില്ല, പിന്നെയല്ലേ മറുകര കാണുന്നത്. കേട്ടെ അയാൾക്കൊരു സന്തോഷം ഉണ്ടാകുക പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ സ്വാമി വേദമൊന്നും പഠിച്ചിട്ടില്ലേ? വേദം കുറേ സൂക്തങ്ങൾ പഠിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇന്നും വേദം സ്വരിച്ച് ചൊല്ലാൻ ചിദാനന്ദപുരസ്വാമിക്ക് അറിയില്ല. സത്യം പറഞ്ഞപ്പോൾ എന്തിനാ മടിക്കണത്? അതിനൊരു കഥയുണ്ട്. നമ്മൾ സന്യാസത്തിനൊക്കെ മുമ്പ് ഒരാശ്രമത്തിൽ താമസിക്കുന്ന കാലം. അപ്പോൾ അവിടുത്തെ സ്വാമിജിക്ക് വലിയ ഇഷ്ടമാണ്. അന്ന് വളരെ ചെറുപ്പമാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, നീ വേദം ചൊല്ലാൻ പഠിക്കണം, വലിയ ഇഷ്ടം, എനിക്കും വലിയ ആഗ്രഹമുണ്ട്. നന്ന ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ ഏൽപ്പിക്കാം, അവിടെ പോയി പഠിച്ചോളൂ രാവിലെ. അങ്ങനെ അവിടെ പോയി, അദ്ദേഹം നല്ല വേദം നല്ലോണം ചൊല്ലാറിയുന്ന ആളാണ്. അദ്ദേഹം ഒരു ജാതി ചൊല്ലും, നമ്മൾ വേറെ ജാതി ചൊല്ലും. എത്ര ദിവസം നോക്കിയെന്നാ വിചാരിച്ചത്, എന്ത് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം, തലയിൽ കയറുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് നിർത്തുവോ, നീ ജീവിതത്തിൽ നന്നാവില്ല, ഈ ജീവിതത്തിൽ നീ നേരെ ആവാൻ പോണില്ല, അനുഗ്രഹം കിട്ടി. അപ്പോൾ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ, രണ്ടാളുടെയും മുമ്പിലൊരു പ്രശ്നം. എന്താണ്? വലിയ സ്വാമി അറിഞ്ഞ പ്രശ്നമാണ്, പഠിപ്പിക്കാൻ വിട്ടിട്ട്. അത് സാരമില്ല, പഠിച്ച് കഴിയണ ക്ലാസ് സമയം കഴിയണവരെ നീ ഈ റൂമിൽ തന്നെ നിന്നോളൂ, എൻ്റെ വസ്ത്രമൊക്കെ അലക്കുക, പിന്നെ തുടച്ച് ഒക്കെ വൃത്തിയാക്കുക, അടിച്ചു വാരി തുടയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പഠിച്ചു കഴിയേണ്ട സമയമാവും, എന്നിട്ട് നീ പോയിക്കോളൂ. അങ്ങനെ അതായി പരിപാടി. അപ്പോൾ വലിയ സ്വാമിയാരെ വിചാരം എന്താണ്? നമ്മളെ ശിഷ്യൻ നല്ലോണം വേദം സ്വരിച്ച് ചൊല്ലുന്നുണ്ടെന്നാണ് വിചാരം. സത്യത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരുക, തുടയ്ക്കുക, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ
അലക്കി ഭദ്രമായിട്ട് വെക്കുക. അപ്പോൾ പഠിക്കണ സമയമായിട്ട് പൂർത്തിയാവും. അതാ അവസാന അനുഗ്രഹം കിട്ടി, നീ ജീവിതത്തിൽ നേരെയാവില്ലടാന്ന്. അതാണ് തമാശയല്ല. അപ്പം എല്ലാവർക്കും എല്ലാത്തിനും കഴിയില്ല. എനിക്ക് പല കഴിവുകളും ഉണ്ട്, പല കഴിവുകേടുകളും ഉണ്ട്. അതുപോലെയാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെയും ചിലപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞയക്കും, ഒന്ന് പോയി കിട്ടിയാൽ മതി അല്ലേ, സമാധാനം എന്ന് പറയും. ഇതങ്ങനെയല്ല. ഇത് ശരിക്ക് പഠിച്ച് ആചാര്യന് തൃപ്തിയായി. എന്ത്? അന്തേവാസി പഠിച്ചു, അന്തേവാസിക്ക് തൃപ്തിയായി. എന്ത്? ആചാര്യൻ പഠിപ്പിച്ചു. അങ്ങനെ രണ്ടു കൂട്ടർക്കും പരസ്പര തൃപ്തി കൈവന്ന് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് ശിഷ്യൻ, അന്തേവാസി. ആ സമയത്താണ് വേദമനുച്യാചാര്യോ അന്തേവാസിന മനുശാസ്തി. വേദം പഠിപ്പിച്ച ശേഷം അതുകൊണ്ടാണ് പ്രയോഗിച്ചത്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ എന്താ? വേദം അറിവ്. വിത് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത്. സനാതനധർമ്മത്തിൻ്റെ മൂലം, അടിസ്ഥാനം നിസ്സംശയം പറയാം വേദമാണ്. മനു നമ്മളോട് പറഞ്ഞു തരും, വേദോഖിലോ ധർമ്മമൂലം. അതെപ്പോഴും ശ്രദ്ധേയമായ വാക്യമാണ്. വേദോഖിലോ ധർമ്മമൂലം. വേദമാണ് അഖില ധർമ്മത്തിനും മൂലം, അല്ലെങ്കിൽ അഖിലമായ വേദമാണ് ധർമ്മത്തിന് മൂലം. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കണ്ടിട്ടോ. വേദം എന്ന് പറയുമ്പോൾ വേദാനുസാരി എന്നോ വേദ അവിരുദ്ധം എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. കാരണം വേദത്തിൻ്റെ ചിന്താപദ്ധതി അല്ലാത്ത ധാരാളം ഈ ഔപദേശികം എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തിനനുസരിച്ചുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട് ഇല്ലേ? താന്ത്രികമായ രീതികളുണ്ട്, മാന്ത്രികമായ രീതികളുണ്ട്, കൗളവാമ ഭേദങ്ങളിലുള്ള ആചരണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ വേദത്തിൽ പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം വേദത്തിൻ്റെ ചിന്താപദ്ധതിക്കനുസരിച്ച് വികസിതമായ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അല്ലാതെ ഒരു ഗ്രന്ഥത്തിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകരുത്. പറഞ്ഞ ആശയം വ്യക്തമാണല്ലോ ഇല്ല? ഒരു ഗ്രന്ഥത്തിലേക്ക് ഒതുങ്ങിപ്പോകരുത്. ആചരണങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് വൈരുദ്ധ്യമാണെന്ന് തോന്നിയെന്ന് വരും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു 8 ദിവസം പൂർണ്ണമായിട്ട് അരുണാചൽ പ്രദേശിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ഗ്രാമങ്ങളിൽ അവിടുത്തെ സമൂഹവുമായി ഇടപഴകി. അവരുടെ രൂപം പോലെ തന്നെ ശുദ്ധ സാത്വിക സ്വഭാവമുള്ള ജനങ്ങൾ, ശാന്ത സ്വഭാവം, ഒരു രൂപം പോലെ തന്നെയാണ് അരുണാചൽ പ്രദേശുകാരുടെ രൂപം ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് ഒരു തരത്തിൽ അങ്ങോട്ട് അവരെതിർക്കാൻ നമുക്ക് പറ്റില്ല, എതിർക്കാൻ പാടുമില്ല. കാരണം അത്യന്ത വിശ്വാസത്തോടു കൂടിയും ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യണത്. പക്ഷെ നമുക്കെന്തോ ഒരു വിഷമം തോന്നും. കാരണം ഒരു വീട്ടിലില്ലാതെ എല്ലാ വീട്ടിലും ബലിത്തറകളുണ്ട്. പക്ഷികളെ, മൃഗങ്ങളെ, ഇന്ന മൃഗം എന്നുള്ള കിട്ടുന്നതിനെ മുഴുവൻ കൊന്നിട്ട് ദേവതയ്ക്ക് ബലി കൊടുക്കും. എന്നിട്ട് കഴിക്കുക തന്നെ. കൊടുങ്കാട്ടിനുള്ളിലൂടെയൊക്കെ ഞങ്ങൾ നടന്നു, ഒരു പക്ഷി പോലും ഇല്ല. എന്നിട്ട് വേണ്ടേ വേറെ വല്ല മൃഗവും? എല്ലാത്തിനെയും വേട്ടയാടി പിടിച്ചിരിക്കുക. ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കില്ല, കൊടുങ്കാട്ടിൽ പോലും. ആകെ ചീവീടിൻ്റെ ശബ്ദം മാത്രം കേൾക്കും. അത് പിടിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതവരുടെ ആരാധനയുടെ ഭാഗമാണ്. ഗംഗയുടെ കിഴക്ക് ഭാഗത്ത് ബലികർമ്മങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഗംഗയുടെ കിഴക്കോട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ബലി ഉണ്ടാവും. ബലിയില്ലാത്ത സമ്പ്രദായമില്ല. ഇന്ന ജന്തു എന്നൊന്നുമില്ല.
എല്ലാത്തിനെയും ശരിയാക്കും. അപ്പോൾ നമുക്ക് പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് വയ്യ, കാണാൻ പോലും വയ്യ, പക്ഷേ അതിനെതിർക്കാൻ പറ്റുമോ? ഇല്ല. അതിനെതിര് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പറയില്ല. കാരണം സഹസ്രാബ്ദങ്ങളായി അവരെ ഹിന്ദുധർമ്മത്തിൽ നിലനിർത്തിയിട്ടുള്ളത് അത്തരം ആചാരങ്ങളാണ്. അതവർ എന്ന് ഇല്ലാതാക്കുന്നുവോ അവർ അങ്ങുമല്ല ഇങ്ങുമല്ല എന്നാവും. അങ്ങുമല്ല ഇങ്ങുമല്ല എന്ന് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകാൻ മതപരിവർത്തനക്കാർക്ക് എളുപ്പമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബംഗാളിലൊരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കയ്യിൽ എന്തുണ്ടാവും? മത്സ്യം ഉണ്ടാവും. ആ മത്സ്യം നടക്കൽ വെച്ചിട്ടാവും അകത്ത് പോവുക, പൂജ ചെയ്യുക, ഒക്കെ ചെയ്യുക. അപ്പം കേരളീയനത് കണ്ടാൽ പിടിക്കുമോ? അയ്യേ, എന്താ അത് കൂട്ട് കാണിച്ചാൽ കൂട്ടിക്കോട്ടെ, എന്നാലും ഒരു വൃത്തിയൊക്കെ വേണ്ടേ എന്നാ മലയാളി പറയുക. അയാളെ സംബന്ധിച്ച് അതിലൊരു വിഷയമല്ല. അപ്പം ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഗ്രന്ഥത്തിൽ ഒതുങ്ങിപ്പോകരുത്. നമ്മൾ ഗ്രന്ഥത്തിൽ ഒതുങ്ങിയാൽ നമ്മൾ മതമായി പോകും. പിന്നെ നമുക്ക് ഹിന്ദു മതം എന്ന് പറയുന്നതാണ് നല്ലത്, ധർമ്മം എന്ന് പറയരുത്. ധർമ്മം എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കി, ഓരോ ജീവിതക്രമങ്ങളെ മനസ്സിലാക്കി, ആ ജീവിതക്രമം ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ പിന്നിലുള്ള ഘടകങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. വ്യക്തമാണല്ലോ പറഞ്ഞത്, ഇല്ലേ? അതെ. നാഗാലാൻഡിലും അങ്ങോട്ട് ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പം നായനെ കൊല്ലുക, വേവിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാലും ശാപ്പാട് കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം പോലെയാണ് നമുക്ക് അത് നമ്മൾ വിലയിരുത്തുക. അയ്യേ, എന്താ അത് പട്ടിനെ തിന്നുക? അവിടെ അത് സർവ്വസാധാരണം. അപ്പം അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സഹസ്രാബ്ദങ്ങളായി പുലർന്നു വന്ന ഭക്ഷണ രീതികൾ ഒക്കെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് മാംസം ഉണക്കി വയ്ക്കുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം എല്ലാ വീടുകളിലും ഈ മാംസം ഉണക്കി സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. തീയിടുക, അടിയിൽ തീയിടുക, മുകളിൽ നെറ്റ് പോലെ ഉണ്ടാവും, അതിൽ മാംസം വയ്ക്കും, എന്നിട്ട് ഉണക്കുക. പലല മത് പരിചിനോട് ചിക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ പരിപാടി. എന്തിനാ പ്രശ്നം? ഈ പ്രശ്നമാക്കണോണ്ടല്ലേ പ്രശ്നം. പ്രശ്നമാക്കണോണ്ടാണ് പ്രശ്നം. ഓരോ പ്രദേശത്ത് ആ പ്രദേശത്തിൻ്റെതായ സവിശേഷതകൾ, ജീവിതക്രമങ്ങൾ, ആഹാര രീതികൾ, വിഹാര രീതികൾ ഒക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് മാത്രം ശരിയെന്ന് കൽപ്പിക്കുന്നിടത്താണ് തെറ്റ്. എൻ്റെ അളവുകോലിലേക്ക് എല്ലാം ഒതുക്കണം എന്ന് പറഞ്ഞാൽ അത് മതത്തിൻ്റെ ചിന്തയാണ്, അതല്ല ധർമ്മത്തിൻ്റെ ചിന്ത. വലിയ സങ്കീർണ വിഷയമാണ്, വലിയ തർക്ക വിഷയമാണ്, സങ്കീർണ വിഷയമാണ്. ഏതായാലും ഇവിടെ വേദം എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായ അറിവാണ്. എന്താണ് ഈ പ്രപഞ്ചമെന്നും പ്രപഞ്ച കാരണമെന്നും പ്രപഞ്ച നിയമമെന്നും നിയാമകനെന്നും ഈ പ്രപഞ്ചത്തിൽ ആരാണ് ഞാനെന്നും എൻ്റെ ജന്മലക്ഷ്യം എന്താണെന്നും അതിലേക്കുള്ള മാർഗം എന്താണെന്നുമൊക്കെ നിരന്തരമായി അന്വേഷിച്ച ഋഷീശ്വരന്മാർക്ക് ലഭിച്ച അറിവുകൾ, ആ അറിവുകൾ അപാരമായ ലോകകൃപ ഒന്ന് മാത്രം ഹേതുവായിട്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകിയത്. ഇങ്ങനെ പരമ്പരാപ്രാപ്തമായ അറിവാണ് വേദം. അതിനെ നമുക്ക് രണ്ട് ഘട്ടങ്ങളിൽ പിരിക്കാം. ഒന്ന് മനുഷ്യൻ്റെ വ്യക്തി സംസ്കരണത്തിനുള്ള ഘട്ടം, അവിടെയാണ് കർമ്മകാണ്ഡങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ സംസ്കൃതനായ വ്യക്തിക്ക് സൂക്ഷ്മ വിചാരത്തിനുള്ള ഘട്ടം, അവിടെയാണ് ജ്ഞാനകാന്ഡം വരുന്നത്. അങ്ങനെ വേദത്തെ നമുക്ക് രണ്ട് കാണ്ഡങ്ങളായി പിരിക്കാം, കർമ്മകാന്ഡമെന്നും ജ്ഞാനകാന്ഡമെന്നും. കർമ്മകാന്ഡത്തിലാണ് സംഹിതയും ബ്രാഹ്മണവും വരുന്നത്. അതിനനുബന്ധമെന്നോണം ആരണ്യകം വരും.
ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്ത്. അപ്പം സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ 4 ഭാഗങ്ങൾ വേദത്തിന് വരുന്നത് ഈ 2 ഭാഗങ്ങളായിട്ടാണ്. എന്താണ് ഇവിടെ ലക്ഷ്യം? ഒന്നാമത്തത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. മാലിന്യങ്ങളൊക്കെ നീക്കി സംസ്കരിച്ച് സൂക്ഷ്മ വിചാരത്തിനുള്ള ശേഷിയുള്ളവരാക്കി തീർക്കുക. നമ്മുടെ ഉള്ളിലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ മാലിന്യങ്ങളുണ്ട് അതൊക്കെ നീക്കം ചെയ്യുക. അതിനെന്താ വഴി? അതിനാണ് കർമ്മകാന്ഡം. അവിടെ പറഞ്ഞ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി കൈവരിക്കുക. പിന്നീട് സൂക്ഷ്മ വിചാരത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് ജ്ഞാനകാന്ഡം. നമുക്ക് അംഗങ്ങൾ, ഇപ്പോൾ കൈകളുണ്ട്, കാലുകളുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ വേദത്തിനും അംഗങ്ങളുണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് വേദത്തിൻ്റെ 6 അംഗങ്ങൾ. അവയെ ഷഡംഗങ്ങൾ അല്ലെങ്കിൽ ഷഡ്ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയും. 6 ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്.